എനിക്ക് പേഴ്സണലി വലിയ താല്പര്യം തോന്നിയില്ല. എന്നിട്ട് ഓടി. ഞാൻ കുറച്ച് ആവറേജ് റിവ്യൂസ് ഒക്കെ കണ്ടു, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള അതിൽ വരുന്നത്. മലയാളി ഫ്രം ഇന്ത്യ. എനിക്ക് പേഴ്സണലി വലിയ താല്പര്യം തോന്നിയില്ല. എന്നിട്ട് ഓടി. വളരെ ബോറായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കോമഡി പോർഷൻ ഉണ്ടെന്നല്ലാണ്ട് വലിയ ഇതില്ല. നല്ല രസമുണ്ട്. സെക്കൻഡ് ഹാഫാണ് ബെസ്റ്റ്. ഓക്കെ, കുഴപ്പമില്ല. നല്ലൊരു ഫീൽ ഗുഡ് ആണ്. നല്ല എന്റർടൈൻമെന്റ്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. ഞാൻ കുറച്ച് ആവറേജ് റിവ്യൂസ് ഒക്കെ കണ്ടു, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ആ മെസ്സേജും ഉണ്ട്. നിവിൻ പോളിയുടെ ഒക്കെ ത്രൂ ഔട്ട് നിവിൻ പോളി സിനിമ കുറേ നാൾ കഴിഞ്ഞ് കാണുന്നൊരു ഫീൽ. ഭംഗിയായിട്ട് വൃത്തിയായിട്ട് രാഷ്ട്രീയം പറയുന്നത് നല്ല പടം, ഗംഭീര പടം. പോരാ, ടീച്ചേഴ്സ് എൻ്റെ ജനഗണമായ അതൊന്നും അതിൻ്റെ ലെവലൊന്നും എത്തിയിട്ടില്ല. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ലൊരു തീമായിരുന്നു പടം. കുഴപ്പമില്ല. ഇന്റർവ്യൂ വരെ അല്പം ലാഗിയുണ്ട്, അതിനുശേഷം നന്നായിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. കമ്പാരിറ്റീവ്ലി ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോൾ വേറെ ഒന്നുമില്ല, കുഴപ്പമില്ല, കണ്ടിരിക്കട്ടെ. സൂപ്പർ ഫിലിമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഒരുപാട് ഇതുണ്ട്. ഐ തിങ്ക് നല്ല ഫിലിമാണ്. കൂടുതലെന്തോ പറയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം നന്നായിട്ട് മേക്കിംഗ് ആയിരുന്നാലും നല്ല സ്റ്റോറിയാണ്. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നിവിൻ പോളിയുടെ കംബാക്ക് എന്ന് പറയാം. നന്നായിട്ട് മെസ്സേജ് തരുന്നുണ്ട്. കാരണം ഇന്ത്യ എങ്ങനെയാണെന്നും നമുക്ക് ഒരു രോമാഞ്ചം അത്രയ്ക്കുള്ളൊരു ഫിലിമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സൂപ്പർ പടം. വളരെ നല്ല പടമായിരുന്നു. പിന്നെ ലാസ്റ്റ് കണ്ടന്റ് എന്ന് പറയുന്നത് മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള ലാസ്റ്റ് അതിൽ വരുന്നത്. നല്ല നല്ല ക്ലൈമാക്സ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. കൊള്ളാം, നല്ല പടം. സെക്കൻഡ് ഹാഫ് നല്ല സൂപ്പറായിട്ടുണ്ട്. അതുപോലെ തന്നെ സെന്റിമെന്റ്സ് ആണ്. നല്ലൊരു സിനിമ. എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. പിൻപോളി നല്ല അഭിനയമാണ്. എന്തുകൊണ്ടും എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. വലിയ ഇഷ്ടപ്പെട്ടില്ല, കുഴപ്പമില്ലെന്നേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, വലിയ സുഖമില്ല. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്ക് ഇതായില്ല, മനസ്സിലായിട്ടില്ലായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ച് ടച്ചിങ് ആണ്. ഇമോഷണൽ സീക്വൻസ് എല്ലാം കണക്റ്റ് ആയിട്ടുണ്ട്. ആവറേജ് സിനിമ അത്രേ ഉള്ളൂ. കൂടുതലും ഡ്രാമയായിപ്പോയി സെക്കൻഡ് ഹാഫ്. കുറച്ച് ഫൺ എലമെന്റ്സ് കുറവായിരുന്നു. സെക്കൻഡ് ഹാഫ് കുറച്ച് നല്ല പ്രെഡിക്റ്റബിൾ ആണ്. നല്ല ഡ്രാമയായിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഫൺ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് പവർ പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം നല്ലതായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കൂടുതലും ഡ്രാമയായിപ്പോയി. അത് നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആക്ച്വലി നമ്മുടെ ഇപ്പോൾ ഉള്ള കറണ്ട് സിനാരിയോയിൽ ആക്ച്വലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെസ്സേജ് ഉണ്ട്. പക്ഷേ മെസ്സേജ് മാത്രം ആയിപ്പോയ പോലെ തോന്നി. എൻ്റർടൈനിങ് ആയിട്ട് അത്ര തോന്നിയില്ല. വളരെ സൂപ്പർ ഫിലിമാണ്, നല്ല ഫിലിമാണ്. ഇറ്റ്സ് എ ഗുഡ് മെസ്സേജ്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് വളരെ മികച്ചതായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി ഒരു ഫിലിമായിട്ട് കാണാം. നല്ല ഫിലിം. നിവിൻ പോളി നന്നായിട്ട് ചെയ്തിട്ട് നല്ല മെസ്സേജാണ്. നിവിൻ പോളിയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കുഴപ്പമില്ല, നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് സിനിമ. നല്ലൊരു പടമാണ്. അത്ര പോരായിരുന്നു. നല്ല പടമാണ്. നിവിൻ പോളിൻ്റെ കംബാക്ക് എന്ന് പറയാം.